ഇനി നമുക്ക് പെർഫെക്റ്റ് സീക്രസി എന്താണെന്ന് നോക്കാം. ഇൻഫോർമലി പറയുമ്പോൾ പെർഫെക്റ്റ് സീക്രസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒപ്പോണന്റ് ആയ ഓസ്കാറിനെ സൈഫർ ടെക്സ്റ്റ് മാത്രം ഒബ്സർവ് ചെയ്തിട്ട് പ്ലെയിൻ ടെക്സ്റ്റിനെ കുറിച്ച് യാതൊരു ഇൻഫർമേഷനും കിട്ടില്ല എന്നുള്ളതാണ്. ഫോർമുല എന്താണ് പെർഫെക്റ്റ് സീക്രസി എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഡെഫിനിഷൻ 2.3 A crypto system has perfect secrecy if PR of x given y equal to PR of x for all x belongs to script P, y belongs to script C. That is a posteriori probability that the plain text is x given that the ciphertext is y is observed is identical to the priori probability that the plain text is x. അതായത് ഫോർ എവരി എക്സ് ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് പി വൈ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് സി സൈഫർ ടെക്സ്റ്റ് വൈ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്ലെയിൻ ടെക്സ്റ്റ് എക്സിനെ എൻക്രിപ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയതാവാനുള്ള പ്രോബബിലിറ്റി പ്ലെയിൻ ടെക്സ്റ്റ് എക്സിന്റെ പ്രയോറി പ്രോബബിലിറ്റിയോട് ഈക്വൽ ആണെങ്കിൽ ഗിവൻ ക്രിപ്റ്റോ സിസ്റ്റത്തിന് പെർഫെക്റ്റ് സീക്രസി ഉണ്ടെന്ന് പറയും. ദാറ്റ് ഈസ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് പി വൈ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് സി പി ആർ ഓഫ് എക്സ് ഗിവൻ വൈ ഈക്വൽ ടു പി ആർ ഓഫ് എക്സ് ആണെങ്കിൽ എക്സാമ്പിൾ 2.3യിൽ പെർഫെക്റ്റ് സീക്രസിയുടെ പ്രോപ്പർട്ടി y ഈക്വൽ ടു 3 മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതായത് ഫോർ എനി എക്സ് ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് പി പി ആർ ഓഫ് എക്സ് ഗിവൺ 3 ഈക്വൽ ടു പി ആർ ഓഫ് എക്സ് ആണ്. ബട്ട് ബാക്കി 3 സൈഫർ ടെക്സ്റ്റുകളും ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. പി ആർ ഓഫ് എ ഗിവൺ 3യും പി ആർ ഓഫ് എയും 1/4 ആണ്. അതുപോലെ പി ആർ ഓഫ് ബി ഗിവൺ 3യും പി ആർ ഓഫ് ബിയും 3/4 ആണ്. സോ ഫോർ എനി എക്സ് ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് പി പി ആർ ഓഫ് എക്സ് ഗിവൺ 3 ഈക്വൽ ടു പി ആർ ഓഫ് എക്സ്. ഹിയർ പി ആർ ഓഫ് എ ഗിവൺ 1 ഈക്വൽ ടു 1 ബട്ട് പി ആർ ഓഫ് എ 1/4 ആണ്, നോട്ട് ഈക്വൽ ടു 1 ആണ്. സോ ഈ കേസിൽ പി ആർ ഓഫ് എ ഗിവൺ 1ഉം പി ആർ ഓഫ് എയും ഈക്വൽ അല്ല. അതുപോലെ തന്നെ പി ആർ ഓഫ് എ ഗിവൺ 2 ഈക്വൽ ടു 1/7 വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു പി ആർ ഓഫ് എ. പി ആർ ഓഫ് ബി ഗിവൺ 4 ഈക്വൽ ടു 1 ബട്ട് പി ആർ ഓഫ് ബി ഈക്വൽ ടു 3/4 അവ ഈക്വൽ അല്ല. സോ ബാക്കി 3 സൈഫർ ടെക്സ്റ്റുകളും പെർഫെക്റ്റ് സീക്രസിയുടെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ ക്രിപ്റ്റോ സിസ്റ്റത്തിന് പെർഫെക്റ്റ് സീക്രസി ഇല്ല. ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് പി y belongs to script C PR of x given y equal to PR of x ആണെങ്കിൽ മാത്രമേ സിസ്റ്റത്തിന് പെർഫെക്റ്റ് സീക്രസി ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി നമ്മൾ ഷിഫ്റ്റ് സൈഫറിന് പെർഫെക്റ്റ് സീക്രസി ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുന്നു. ഷിഫ്റ്റ് സൈഫറിൽ സ്ക്രിപ്റ്റ് പിയും സ്ക്രിപ്റ്റ് സിയും കീ സ്പേസും Z26 ആണ്. Z26ലെ ഒരു ഫിക്സഡ് y ആണ് സൈഫർ ടെക്സ്റ്റ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ കീനെ ഡിപ്പെൻഡ് ചെയ്ത് കറസ്പോണ്ടിങ് പ്ലെയിൻ ടെക്സ്റ്റ് Z26ലെ ഏത് എക്സ് വേണമെങ്കിലും ആവാം. ഷിഫ്റ്റ് സൈഫർ പെർഫെക്റ്റ് സീക്രസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഫോർമുലി നമുക്ക് പ്രൂവ് ചെയ്യാം. തിയറം 2.3 സപ്പോസ് ദി 26 keys in the shift cipher are used with equal probability 1/26. Then for any plain text probability distribution the shift cipher has perfect secrecy. ഷിഫ്റ്റ് സൈഫറിൽ യൂസ് ചെയ്തിരിക്കുന്ന 26 കീസിനും ഈക്വൽ പ്രോബബിലിറ്റി ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി 1/26 ആയിരിക്കും. ദെൻ സ്ക്രിപ്റ്റ് പിയുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഏത് തന്നെ ആയാലും ഷിഫ്റ്റ് സൈഫർ പെർഫെക്റ്റ് സീക്രസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ തിയറത്തിൽ പറയുന്നത്. അതായത് ഫോർ എനി എക്സ് കോമ വൈ ബിലോങ്സ് ടു Z26 പി ആർ ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു പി ആർ ഓഫ് എക്സ് ആയിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ സ്ക്രിപ്റ്റ് പിയും സ്ക്രിപ്റ്റ് സിയും സ്ക്രിപ്റ്റ് കെയും Z26 ആണ്. അതുപോലെ ഫോർ എനി കീ കെ എൻക്രിപ്ഷൻ ഫംഗ്ഷൻ EK ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. EK ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് കെ മോഡ് 26 എക്സ് ബിലോങ്സ് ടു Z26. സ്ക്രിപ്റ്റ് PK ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. PR of x0 equal to P0, PR of x1 equal to P1, PR of x2 equal to P2, etc. PR of x25 equal to P25. അങ്ങനെ ഏതെങ്കിലും ഒരു ഫിക്സഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ
then summation over I equal to 0 to 25, PR of xi equal to summation over I equal to 0 to 25 pi which is equal to 1 ആയിരിക്കും. അതുപോലെ എല്ലാ കേസിനും ഈക്വൽ പ്രോബബിലിറ്റി 1/26 ആണ്. നമ്മൾ ആദ്യം സൈഫർ ടെക്സ്റ്റ് സ്പേസ് സ്ക്രിപ്റ്റ് സിയുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്നു. ലെറ്റ് y belongs to സ്ക്രിപ്റ്റ് സി. നമുക്കറിയാം പി ആർ ഓഫ് വെക്ടർ y ഈക്വൽ ടു y is equal to summation over set for k such that y belongs to c of k. PR of vector k equal to k into PR of vector x equal to dk of y ആണെന്ന്. For a fixed y set for k such that y belongs to c of k എന്ന സെറ്റ് z26 തന്നെയായിരിക്കും. കാരണം for any key k ഏതെങ്കിലും ഒരു പ്ലെയിൻ ടെക്സ്റ്റ് എക്സിനെ എൻക്രിപ്റ്റ് ചെയ്താൽ സൈഫർ ടെക്സ്റ്റ് y കിട്ടും. അതായത് ഒരു ഫിക്സഡ് y എല്ലാ c of k യിലും മെമ്പർ ആയിരിക്കും. സോ പി ആർ ഓഫ് വെക്ടർ y ഈക്വൽ ടു y is equal to summation over k belongs to z26 PR of vector k equal to k into PR of vector x equal to dk of y. For each k, PR of vector k equal to k is equal to 1/26 ആണ്. അതുപോലെ dk of y equal to y minus k mod 26. So PR of vector y equal to y is equal to summation over k belongs to z26 1/26 into PR of vector x equal to y minus k which is equal to 1/26 into summation over k belongs to z26 PR of vector x equal to y minus k. Then for a fixed y set of all y minus k mod 26 k belongs to z26 ന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പ്ലെയിൻ ടെക്സ്റ്റ് സ്പേസിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ഒരു പെർമിറ്റേഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ y ഈക്വൽ ടു 8 ആണെന്ന് വിചാരിക്കുക. കീസ് k0 ഈക്വൽ ടു 0, k1 ഈക്വൽ ടു 1, k2 ഈക്വൽ ടു 2, എക്സെട്ര k25 ഈക്വൽ ടു 25. നമുക്കറിയാം ഷിഫ്റ്റ് സൈഫറിൽ ഫോർ എനി കീ k dk of y ഈക്വൽ ടു y minus k mod 26 ആണെന്ന്. സോ dk0 of 8 ഈക്വൽ ടു 8 minus 0 mod 26 which is equal to 8 which is equal to x8. സോ കീ k0 ആകുമ്പോൾ x8 ന്റെ പ്രോബബിലിറ്റി ആണ് dk0 of yk. dk1 of 8 ഈക്വൽ ടു 8 minus 1 mod 26 which is equal to 7. അത് x7 ആണ്. So when k equal to k1, PR of dk of y equal to PR of x7. dk2 of 8 equal to 6 ആണ്. So when k equal to k2, PR of dk of y equal to PR of x6. ഇതുപോലെ തന്നെ ബാക്കി പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ when k equal to k10, that is when k equal to 10, dk of 8 equal to 8 minus 10 mod 26 which is equal to minus 2 mod 26 which is equal to 24. So ഈ കേസിൽ PR of dk of y equal to PR of x24. ഇതുപോലെ എല്ലാ പ്രോബബിലിറ്റീസും നമുക്ക് കണ്ടുപിടിക്കാം. സോ ഫോർ എ ഫിക്സഡ് y സ്ക്രിപ്റ്റ് പിയിലെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ഒരു പെർമിറ്റേഷൻ ആണ് സെറ്റ് ഓഫ് ഓൾ y minus k mod 26 ന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. Summation over x belongs to z26 PR of vector x equal to x1 ആയതുകൊണ്ട് for a fixed y summation over k belongs to z26 PR of vector x equal to y minus k is equal to summation over k belongs to z26 PR of vector x equal to dk of y which is equal to summation over x belongs to z26 PR of vector x equal to x which is equal to 1. PR of vector y equal to y is equal to 1/26 into summation over k belongs to z26 PR of vector x equal to y minus k ആണെന്ന് നമുക്ക് കിട്ടിയിരുന്നു. അതിൽ summation over k belongs to z26 PR of vector x equal to y minus k is equal to 1 ആയതുകൊണ്ട് PR of vector y equal to y is equal to
1/26 എന്ന് കിട്ടും. Now PR of y given x equal to summation over set for k such that x equal to dk of y, PR of vector k equal to k ആണെന്ന് നമുക്കറിയാം. For a fixed x belongs to script p, y belongs to script c, x equal to dk of y വരുന്ന വിധത്തിൽ ആകെ ഒരു കീ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. For example, let x equal to 3, y equal to 17. Now dk of y equal to y minus k mod 26 ആയതുകൊണ്ട് dk of y equal to x വരണമെങ്കിൽ k equal to y minus x mod 26 ആയിരിക്കണം. Here k equal to 17 minus 3 mod 26, that is k equal to 14 ആയാൽ മാത്രമാണ് dk of 17 equal to 3 എന്ന് കിട്ടുകയുള്ളൂ. So set for k such that x equal to dk of y equal to singleton set y minus x mod 26 ആയിരിക്കും. Thus PR of y given x equal to PR of vector k equal to y minus x mod 26. ഓരോ കീസിന്റെയും ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി 1/26 ആയതുകൊണ്ട് which is equal to 1/26. So PR of y given x equal to 1/26. Now ബേസ് തിയറത്തിൽ പറയുന്നത് PR of x given y equal to PR of x into PR of y given x divided by PR of y ആണെന്നാണ്. So here for any x and y, PR of x given y equal to PR of x into 1/26 divided by 1/26. കാരണം PR of y given x ഉം PR of y ഉം 1/26 ആണെന്ന് നമുക്ക് കിട്ടി, which is equal to PR of x. So Z26ലെ ഏത് x ഉം y ഉം ചൂസ് ചെയ്താലും PR of x given y equal to PR of x ആണ്. So ഷിഫ്റ്റ് സൈഫർ പെർഫെക്റ്റ് സീക്രസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. സോ ഓരോ പ്ലെയിൻ ടെക്സ്റ്റിനെയും എൻക്രിപ്റ്റ് ചെയ്യാൻ ന്യൂ കീ റാൻഡമായിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഷിഫ്റ്റ് സൈഫർ അൺബ്രേക്കബിൾ ആണ്. ഇനി നമുക്ക് ജനറൽ ആയിട്ട് ഒരു ക്രിപ്റ്റോ സിസ്റ്റത്തിന് പെർഫെക്റ്റ് സീക്രസി ഉണ്ടാവാനുള്ള കണ്ടീഷൻസ് നോക്കാം. ഫോർ സം പ്ലെയിൻ ടെക്സ്റ്റ് x നോട്ട്, PR of x നോട്ട് 0 ആണെന്ന് വിചാരിക്കുക. ദെൻ ഫോർ എനി സൈഫർ ടെക്സ്റ്റ് y, PR of x നോട്ട് ഗിവൺ y യും 0 ആയിരിക്കും. അതായത് സൈഫർ ടെക്സ്റ്റ് y ആണെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റ് x നോട്ട് ആവാനുള്ള പ്രോബബിലിറ്റി 0 ആയിരിക്കും. സോ PR of x നോട്ട് 0 ആണെങ്കിൽ പെർഫെക്റ്റ് സീക്രസിയുടെ പ്രോപ്പർട്ടി x നോട്ട് ട്രിവിയലി ഹോൾഡ് ചെയ്യും. സോ നമുക്ക് PR of x ഗ്രേറ്റർ ദാൻ 0 വരുന്ന വിധത്തിലുള്ള പ്ലെയിൻ ടെക്സ്റ്റുകൾ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ബേസ് തിയറത്തിൽ PR of x given y equal to PR of x into PR of y given x divided by PR of y ആണെന്ന് പറഞ്ഞിരുന്നു. PR of x given y equal to PR of x ആണെങ്കിൽ PR of y given x equal to PR of y എന്ന് കിട്ടും. കോൺവേഴ്സ്ലി PR of y given x equal to PR of y ആണെങ്കിൽ PR of x given y equal to PR of x എന്ന് കിട്ടും. സോ PR of x given y equal to PR of x for all y belongs to script c എന്ന കണ്ടീഷൻ PR of y given x equal to PR of y for all y belongs to script c എന്ന കണ്ടീഷനോട് ഈക്വലന്റ് ആണ്. സ്ക്രിപ്റ്റ് സിയിലെ എല്ലാ മെമ്പേഴ്സിന്റെയും പ്രോബബിലിറ്റി ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. PR of y 0 ആണെങ്കിൽ ആ എലിമെന്റിനെ നമുക്ക് സ്ക്രിപ്റ്റ് സിയിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ്. കാരണം അതൊരിക്കലും യൂസ് ചെയ്യുന്നില്ല.